എവിടെ എന്റെ മകൻ? എനിക്കറിയില്ല സർ. ഒരിക്കലും വരില്ലെന്ന് കരുതിയ രണ്ടാം ഭാഗം അവിടെ നിന്നാ മൂന്നാം ഭാഗത്തേക്ക് എത്തി നിൽക്കുന്ന ദൃശ്യത്തിന് ഇപ്പോൾ വെല്ലുവിളിയായിരിക്കുന്നത് മറ്റാരുമല്ല, ദൃശ്യത്തിന്റെ ഹിന്ദി പതിപ്പാണ്. മലയാളത്തിന്റെ ദൃശ്യം കോടികൾ വാരിയതുപോലെ ഹിന്ദിയിലും അജയ് ദേവ്ഗണിന് വലിയ ആശ്വാസം നൽകിയ വിജയമായിരുന്നു ദൃശ്യം. മൂന്നാം ഭാഗത്തിന്റെ ചർച്ചകൾ ഉയർന്നപ്പോൾ തന്നെ എങ്ങനെയായിരിക്കും മലയാളം ദൃശ്യവും ഹിന്ദി ദൃശ്യവും എത്തുക എന്ന സംശയം ഇരു ഭാഷയിലെ ആരാധകർക്കുമുള്ളിൽ ഉണ്ടായിരുന്നു. എന്ത് സംഭവിക്കുമെന്നോ എനിക്കൊരു നിശ്ചയമില്ല. രണ്ടു ഭാഷകളിലെ ദൃശ്യം 3 ഒരുമിച്ച് ഷൂട്ട് ആരംഭിച്ച് ഒരുമിച്ച് തിയേറ്ററിൽ എത്തുമെന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഹിന്ദി പതിപ്പാണ് ആദ്യം എത്തുന്നതെങ്കിൽ അത് മലയാളത്തിൽ ലഭിക്കേണ്ട പാൻ ഇന്ത്യൻ സ്വീകാര്യതയ്ക്ക് വിലങ്ങ് തടിയാകുമെന്നും പ്രേക്ഷകർ ആശങ്കകൾ പങ്കുവയ്ക്കുന്നുണ്ട്. ഇന്ത്യയിലാണ് ആദ്യം ദൃശ്യം 3 എത്തുന്നതെങ്കിൽ ആദ്യ 2 ഭാഗങ്ങളെ പോലെ മലയാളത്തിന്റെ റീമേക്ക് അല്ലാതെ പുതിയൊരു കഥയാകാനും സാധ്യതകൾ ഏറെയാണ്. ഞങ്ങൾ അസ്വസ്ഥരാണ്. അങ്ങനെ വന്നാൽ അത് ജിത്തു ജോസഫ് ഉണ്ടാക്കിയെടുത്ത കഥാപാത്രങ്ങളിൽ നിന്നും സ്വഭാവങ്ങളിൽ നിന്നേറെ വ്യത്യസ്തമാകാനും ദൃശ്യത്തിന്റെ സോൾ നഷ്ടപ്പെടാനും സാധ്യതകൾ ഏറെയാണെന്നും ആരാധകർ കമന്റ് ചെയ്യുന്നുണ്ട്. മലയാളത്തിന് പുറമെ ആശീർവാദ് സിനിമാസ് ഹിന്ദി റീമേക്കിലും സഹകരിച്ചിരുന്നു. മൂന്നാം ഭാഗത്തിന്റെ തിരക്കഥ ഹിന്ദിയിലെ അണിയറ പ്രവർത്തകർക്ക് നേരത്തെ കൈമാറിയതാണെന്നും ഇരു ഭാഷയിലെ ദൃശ്യവും ഒരുമിച്ച് റിലീസ് ചെയ്യാനുള്ള സാധ്യതകൾ തള്ളിക്കളയാനാകില്ലെന്നും തിയറികളുണ്ട്. എത്രയോ വലിയ പ്രശ്നങ്ങളിലൂടെ നമ്മൾ കടന്നുപോയി. ഇതും അങ്ങനെ കടന്നു പോകണം. ഇനി ഹിന്ദിയാണ് ആദ്യം ഇറങ്ങുന്നത് എന്ന് തന്നെ കരുതിയാലും അത് നമ്മുടെ ദൃശ്യത്തിനെയോ മോഹൻലാലിനെയോ തടുക്കാനാകില്ല. ഉറപ്പായും തുടരും പോലെ അല്ലെങ്കിൽ അതുക്കും മേലെ ബോക്സ് ഓഫീസ് പൊട്ടൻഷ്യൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന മാജിക് തന്നെയാകും ദൃശ്യം 3.